നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് VIയെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട് VI കടബാധ്യത മൂലം അവരുടെ സർവീസ് ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒഫീഷ്യൽ അങ്ങനെ ഒരു മെസ്സേജോ കാര്യങ്ങളോ നമുക്ക് വന്നിട്ടില്ല. നിലവിൽ അവർക്ക് 1 വർഷം വരെ സർവീസ് തുടരാൻ സാധിക്കും. അവർക്ക് 2026 മാർച്ച് വരെ സർവീസ് ഇന്ത്യയിൽ തുടരാൻ സാധിക്കും. അപ്പോൾ 1 വർഷത്തിന് ശേഷമായിരിക്കും അവർ നിർത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനത്തിലെത്തുക. ഇതുവരെ നമുക്ക് അങ്ങനെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VIയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ അവർ അൺലിമിറ്റഡ് 4G ഡാറ്റ പ്ലാനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റീചാർജ് ചെയ്ത് VI യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർ ഇവിടെ നിന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജിയോയും എയർടെലും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. BSNL ഉണ്ട്. BSNLന് ഇപ്പോഴും പലയിടത്തും 4G പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് BSNL എടുത്ത് പറയാത്തത്. നിലവിൽ ജിയോയും എയർടെലും VIയും മാത്രമാണ് 4G ഒക്കെ കൊടുക്കുന്നത്. 4G ജിയോയും എയർടെലും 5Gയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ നിന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജിയോയും എയർടെലും അവർ പിന്നെയും പൈസ കൂട്ടും. അവർ പറയുന്ന റീചാർജ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരെ മാക്സിമം VIയെ ഇവിടെ നിലനിർത്താൻ നോക്കുക. ഇനി അവർ നിർത്തുകയാണെങ്കിൽ തന്നെ അത് നമ്മളെ ഒഫീഷ്യലി അറിയിക്കും. അതിനുശേഷം നമുക്ക് SMS വരും. SMS അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ പോർട്ട് ചെയ്ത് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഡോകോമോ എയർടെൽ ഏറ്റെടുത്തതുപോലെ ഇത് VI വേറെ ആരെങ്കിലും ഏറ്റെടുക്കുമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.